നല്ല സിനിമയല്ലേ ഇതൊരു കണ്ടാലോ? എനിക്ക് സിനിമ കാണാനെങ്കിൽ വേറെ തിയേറ്ററിൽ പോയി ഇതാണെങ്കിൽ ആര് കണ്ടു കഴിഞ്ഞാലും AC ഉണ്ടല്ലോ അകത്ത്, ഇവിടെ ചൂടല്ലേ? എനിക്ക് വേറെ തിയേറ്ററിൽ പോയാൽ പറ്റും. നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാര്യമുണ്ട്. ഇവിടെ നമ്മൾ സ്വന്തമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആര് കണ്ടാലും കുഴപ്പമില്ലല്ലോ. ഇതെന്താ ഇവിടെ ക്യൂ ഒക്കെ? ക്യൂ ഉണ്ടാ? ഇതെന്താ ഇവിടെ ക്യൂ നിക്കണേ? സിനിമ കാണാൻ? അല്ല, ഇതതിന് സിനിമ തിയേറ്ററിൽ പോയി കാണില്ല, ഫെസ്റ്റിവൽ അല്ലേ, ഏതും കണ്ടൂടെ? നല്ല സിനിമ കാണണമെങ്കിൽ റിസർവ് ചെയ്യണം, ക്യൂ നിൽക്കണം. അപ്പൊ നമ്മൾ റിസർവ് ചെയ്തില്ലല്ലോ. ഇല്ല, റിസർവ് ചെയ്യേണ്ട കാണാൻ പറ്റൂല. നല്ല സിനിമ അത്. ഇത് നല്ല സിനിമയാണ്. നമുക്ക് വെറുതെ പോയി കാണാം. വേറെ സിനിമയുണ്ട്, ഇതെന്നാ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്? എന്നാൽ വേറെ സിനിമ കണ്ടോ? വന്നല്ലേ? വേറെ തിയേറ്റർ ഉണ്ടാ? അതാണാ അതല്ലേ വേറെ തിയേറ്റർ ഉണ്ട്, എല്ലാ സ്ഥലത്തും പടം നടക്കല്ലേ, നമുക്ക് പറ്റേ പോവാ. ഉണ്ണിയെ, അല്ല, ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കി. ഇവിടെയോ? ഇതൊക്കെ തെലുങ്ക് നടി ഉണ്ടാകണ്ട, തെലുങ്ക് പടാണ്. ഇതൊന്നും കാണാൻ സ്ഥിതിയില്ല. നമുക്കേ പടത്തിന് പോയാലോ? ഇപ്പൊ കളിക്കുന്നുണ്ട്. അതിന്റെ കഥ ഇവിടെ എഴുതി വെച്ചേക്കണേ. യുവ സൈനികൻ കേങ് ശ്രദ്ധേയനായ പയ്യൻ. സൈന്യത്തിന്റെ പടം കാണാൻ ഇടപെടണ്ടേ? അത് വേണ്ട അല്ലേ? ഇത് ഭ്രാന്താ, വേറെ സൈന്യം വേണ്ട. കുറെ ഉണ്ട് ഇതിനകത്ത്, കംപ്ലീറ്റ് ഇതിനകത്ത് ഇവിടെ കളിക്കുന്ന സിനിമേന്റെ ഇതാ. ഇത് നോക്ക്, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടാ. 5 പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീയുടെ കള. മതി, അതന്നെ വേണ്ടേ? അയ്യോ, അത് 12 കാലിന് ഇത് കഴിഞ്ഞു പോയി. അത് ഭയങ്കര നഷ്ടമായിട്ട് നമുക്ക്. നല്ല പടയും, നല്ല പടയും അത്. നന്ദിനി. ഇതാണ് നമ്മളെ പറഞ്ഞ പടം, ഫസല് പറഞ്ഞേ. നന്ദിനി ത്രിപ്ലക്സ്. അതിപ്പോ ഉണ്ട് കേട്ടോ. സത്യശീലൻ എന്ന് പറഞ്ഞ അയാളെ ഡയറക്ടറുടെ സംവിധാനം നോക്കണ്ട. നന്ദിനിക്ക് പോകാനാലും നന്ദിനിക്ക് പോവാ അല്ലേ? നന്ദിനി മോശം ഉണ്ടാവില്ല. അതല്ലേ അത് എവിടെ കളിക്കുന്നത്? നമുക്ക് ഇവിടെ അന്വേഷിക്കാം. സിനിമ വന്നല്ലേ അല്ലേ? ഏതൊക്കെ ഉണ്ട് ഇപ്പോ? ഏതൊക്കെ ഉണ്ട് പടം? 2 സിനിമ ഉണ്ട്. 2 സിനിമ ഉണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. നമ്മളിപ്പോ ഒരു പടം കാണാൻ പോയി, അപ്പുറത്തെ തിയേറ്ററിൽ ഒരു പടം കാണാൻ. എന്തായാലും പുള്ളി ഇരുട്ടത്ത് വെളിച്ചം വേണ്ടേ? ഒരു വെളിച്ചമില്ല. പിന്നെ ഒരു ഉണങ്ങിയ മരക്കൊമ്പ് ചെയ്തിട്ട് ഒരു കാക്ക ഇങ്ങനെ കരഞ്ഞു ഓടി 1/2 മണിക്കൂർ. അത് നിർത്തണ്ടേ? ഞാൻ എന്ത് ചെയ്തു, പടം പൂർത്തിയാക്കി ഞാൻ ഇറങ്ങിയിട്ട് വന്നിട്ട് അതിന്റെ ഒരു സംഘാടന നല്ല ചീത്ത പറഞ്ഞു. ഓൻ എന്നോട് പറയുന്നേ ദേശീയ അവാർഡ് കിട്ടിയാന്ന് മിണ്ടി പോകാൻ പാടില്ല. ഞാനിങ്ങോട്ട് വന്നാ അത് അങ്ങനത്തെ സിനിമ നമുക്ക് ശരിയാവില്ല. നിങ്ങൾ കണ്ട പടം ഏതാണ്? ഇംഗ്ലീഷ് ഉണ്ട്? അല്ല, ഞാനൊരു ഇറാനി സിനിമ. ഇറാനി. ഇവിടെ ഇതുണ്ടാവോ? അറബി പടം ഉണ്ടാവോ? അറബിക് ഫിലിം ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. നന്ദിനി നമ്മളെ ഇവിടെ ഇല്ലേ കളിക്കുന്നത്? നന്ദിനി ഏതെന്തിന്? നമ്മളെ ത്രിപ്ലക്സ് വഴി സത്യശീൽ സാർ അത് ഇവിടെ തന്നെ അല്ലേ? ഇവിടെ തന്നെ ഉണ്ടാ, തെറ്റില്ല. ഇവിടെ തന്നെ ഉണ്ടാവൂലേ? അതെ, നന്ദിനിയിൽ എന്തേ ഉണ്ടാവോ? നന്ദിനി പടത്തിലേ എന്തേ ഉണ്ടാവും? എന്താ ഉദ്ദേശിക്കണതാണ്? മറ്റേ ത്രിപ്ലക്സ് എന്നൊക്കെ ഉണ്ടല്ലോ അതിന്റെ അകത്ത്, അപ്പൊ എന്തേ ഉണ്ടാവും ചിലപ്പോ അല്ലേ? സുഹൃത്ത്, ഞാൻ വളരെ സീരിയസ് ആയിട്ട് സിനിമ കാണാൻ വന്ന. ഉണ്ടാവും. നിങ്ങളെ മോൻ കണ്ടാലും അറിയാം. നിങ്ങളും അത് കാണാൻ കാത്തിക്കല്ലേ? കാണാൻ കാത്തിക്ക. ഇവിടെ എല്ലാരും അല്ലേ? നന്ദിനിയിൽ ഉണ്ടാവില്ലേ? നന്ദിനി നന്ദിനിയുണ്ട്, ഇവിടെ ഉണ്ട്, ഫീസൊക്കെ ഉണ്ടാവില്ലേ? ത്രിപ്ലക്സ് അല്ലേ? ഉണ്ടാവൂല്ലേ? നിങ്ങളുടെ ആവശ്യം എന്താ? നിങ്ങൾ സിനിമ കാണാൻ? നല്ല സിനിമ കാണാൻ, നല്ല സിനിമകൾ കാണാന്നുള്ള എന്തെങ്കിലും നമുക്ക് എരുമ്പുള്ളികളൊക്കെ എന്ത് അങ്ങനെ പോന്ന ഓപ്പൺ ഫോറം 3 മണിക്ക് പറയണം. എന്താണ് എന്താണ് 1/2 മണിക്കൂർ എന്ത് ഫോറാണ്? അല്ല, അത് വേറെ ഫിലിമിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? വായിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. നിങ്ങൾക്ക് എല്ലാ സിനിമയും കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ആണോ? മലയാളം പടം ഏത് കളിക്കണ്ട? അവിടെ പുലിമുരുകൻ ഉണ്ടാവോ? ബോസ്, പുലിമുരുകൻ ഉണ്ടോ അവിടെ? പുലിമുരുകനൊന്നും ഇവിടെ ഉണ്ടാവില്ല. അത് ഇട്ടുപടാണല്ലോ, ആ കിട്ടൂടെ ഒരിക്കലേ? പുലിമുരുകനൊന്നും ഇല്ല. നമ്മ മുമ്പ് പോയ കണക്കാൻ അവർക്ക് പോവാ. ഇരുട്ടത്തിന്റെ പടം അതന്നെ ഉണ്ടാവുള്ളൂ. വേണ്ട, എല്ലാം വേണ്ട. നന്ദിനി ഉണ്ടാവും. എന്തെങ്കിലും നന്ദിനി കാത്തിരി. എത്ര സിനിമകളാണ് താങ്കൾ കണ്ടത്? 4 സിനിമ കണ്ടു. വല്ലതും മനസ്സിലായായിരുന്നോ? ഒന്നും മനസ്സിലാവാതെ. നമസ്കാരം സാർ. നമസ്കാരം.
സംവിധായകൻ സത്യശീലൻ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായ XXY നന്ദിനി ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. സർ, ഇന്ന് താങ്കളുടെ ആദ്യത്തെ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. എന്താണ് ഒരു പ്രതീക്ഷ? ആളുകൾ സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയട്ടെ. XXY നന്ദിനി എന്ന പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, എന്നാൽ ഉദ്ദേശിക്കാതിരുന്നിട്ടുമില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഉദ്ദേശിക്കണമെങ്കിൽ ഉദ്ദേശിക്കാം, അത്രേ ഉള്ളൂ. അല്ല, ഈ ഒരു പേര് പുറത്തു വന്നപ്പോൾ മുതൽ പലതരം അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിനെപ്പറ്റി എന്താണ്? പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, GS പ്രദീപിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ എന്തോ. അപ്പോൾ അതിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു അധ്യാപകൻ ചന്തം എന്ന വാക്ക് എഴുതിയിട്ട് അതിൽ നിന്ന് കുറച്ച് വാക്കുകൾ ഉണ്ടാക്കണം. അപ്പൊ ഒരാള് ചെന്നിട്ട് ചാക്ക് ശേഷം വള്ളി ഇട്ടു, അപ്പൊ അത് ചിന്തയായി. വേറൊരാള് ചന്ത കഴിഞ്ഞതിന് ശേഷം ഒരു 0 ഇട്ടു, അപ്പൊ അത് ചന്തമായി. വേറൊരാള് ചെന്ന് ചന്താന്ന് കഴിഞ്ഞതിന് ശേഷം വള്ളി ഇട്ടു, അപ്പൊ അത് എന്തായി? അപ്പൊ ഓരോരുത്തരും ഇതിനെ കാണുന്ന രീതിയാണ്. അപ്പൊ ഓരോ ആളുകളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് അവരുടെ അജണ്ടകൾക്കനുസരിച്ച് ഈ കാണുന്ന രീതിക്ക് മാറ്റങ്ങളുണ്ടാകും. എന്ത് പ്രമേയമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്? ആളുകൾ സിനിമ കാണട്ടെ, ഇത് കാണാതെ അഭിപ്രായം പറയുന്നതിന്. അപ്പൊ എല്ലാവരെയും പോലെ ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഒരു ഷോ തീരുന്നത് വരെ. ഓക്കെ, താങ്ക് യു. ഇവിടെ മൊത്തത്തിൽ ഈ സിനിമയിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. പെരുമാറ്റത്തിൽ മൊത്തം ചിലപ്പോ അങ്ങനത്തെ ഒരു രീതിയായിരിക്കും. മറ്റേ ഡയറക്ടർ നമുക്ക് മൂപ്പറെ കൂടെ സെൽഫി എടുത്താലോ? അതുകൊണ്ട് ഇവിടെ വന്നതിന്റെ തെളിവുണ്ട്. വേണോ? ഇവിടെ ഇങ്ങോട്ട് നീ ഒന്നും കൊണ്ട് നോക്കണേ. സെൽഫി നമ്മളൊക്കെ കാണാം, നമ്മള് ലോക്കൽസ് അല്ലേ എല്ലാരും, ഇത് കാണാൻ വന്നതല്ലേ? അതന്നെ സാർ, തിരിച്ചുടി ബസ്സിൽ പിടി, തിരിച്ചുടിന്ന് അതന്നെ സാറായിക്കണം. നമ്മളുണ്ടാവും കൂളിംഗ് ഗ്ലാസ് ഇട്ടുണ്ട്, നല്ല സൂപ്പറാണ്. ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് മാഡം ഇവിടെ തന്നെ ഉണ്ടല്ലേ സജീവമായിട്ട്? ഈ 3-4 ദിവസത്തിനുള്ളിൽ കണ്ടതിൽ ഏറ്റവും മികച്ചത് എന്ന് തോന്നിയ സിനിമ ഏതാണ്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇവിടെ വാതിൽ നിന്ന് കൂടെ കടക്കുമ്പോ നിങ്ങളെപ്പോലെ മാധ്യമ പ്രവർത്തകർ വന്ന് വളയും, പിന്നെ നിങ്ങളുമായിട്ട് സംസാരിക്കണം. അത് കഴിഞ്ഞ് നോക്കുമ്പോ ഇതേപോലെ ആരാധകര് വരും. അവരെയും പിണക്കാൻ പറ്റില്ലല്ലോ, നമ്മളെ നിലനിർത്തുന്നത് അവരാണല്ലോ. ചുരുക്കത്തിൽ സിനിമകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഉണ്ണിയെ നമ്മളെ മറ്റേ നടിയല്ലത് അതാടാ. ഇതാണ് ഈ സർക്കാർ വന്നാലുള്ള കുഴപ്പം. ലോക്കൽസിനൊക്കെ ഡെലിഗേറ്റ് പാസ് കൊടുക്കും. ഇന്നിപ്പോ ഏത് സിനിമ കാണാനാണ് ഉദ്ദേശിക്കുന്നത്? ഇന്നിപ്പോ ഏതെങ്കിലും സിനിമ കാണണം എന്നാണ്, അങ്ങനെ ഇന്നതൊന്നുമില്ല. ഇനി വരാൻ പോകുന്ന പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്? വരാൻ പോകുന്നത് കുറെ പ്രൊജക്ട്സ് വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ എല്ലാം കമ്മിറ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോ കഥയും അതിന്റെ സ്റ്റോറി ബോർഡും എല്ലാം നോക്കിയിട്ടേ കമ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ കൂടുതൽ സെലക്റ്റീവ് ആകുകയാണ്. അപ്പോൾ ഇനി സിനിമ കാണാൻ പോവാണ് അല്ലേ? അതെ. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി കാണാം. ആയിക്കോട്ടെ, താങ്ക് യു മാഡം. ഇല്ലത്തിലെ അടുക്കല്ലേ? ഇല്ലത്തിലെ അല്ലേ? സിനിമയില് നല്ല കളറാങ്ങി, ഇപ്പൊ ശരിക്കും കളർ കുറച്ച് പോയ മാതിരി സിനിമയില് സാറയക്കുന്നത് സിനിമ. ഞാൻ ഇങ്ങനെ തന്നെയാണ്. ആണല്ലേ? നല്ല ഇതാണ് കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് കാസർഗോഡാണ്. ശരി, സിനിമ കാണാൻ വന്നത് 2-3 കണ്ട്. പാതിരാത്രിയിലെ സ്വപ്നം 12 തവണ കണ്ടു. പിന്നെ ഇപ്പൊ ഇത് കാണാൻ നന്ദിനി കാണാണ്ട്, നന്ദിനിക്ക് കത്തിക്കാം. കണ്ടോ? സാറയക്കണം. ഒന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ. കൊടുന്നോ? ഞാൻ നടന്നോ കയ്യൊന്ന് പിടിക്കാനാണ്. വലിയ ആരാധന ഞങ്ങളോട്. മരിച്ചാൽ മറക്കില്ല. ശരി, അതിപ്പോ ചോദിച്ചിട്ട് സിനിമ ഇപ്പോ എവിടെയാന്നറിയാമോ? ഏത് സിനിമയെ കാണണ്ടേന്ന് പറഞ്ഞാ ഏതെങ്കിലും. എന്നാ അവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്. ഓക്കെ, ഞാൻ ഇതുവരെ കാണാത്തതുകൊണ്ടേ. ഓക്കെ, താങ്ക്സ്. പാവട കളിയാക്കണ്ട. ചെറിയ ചെറിയ വേഷങ്ങളായിട്ട് കുറെ സിനിമ ഉണ്ടായിരുന്നതാ. ഇപ്പൊ ഒരു അവാർഡ് കിട്ടിയോണ്ട് ആരും വിളിക്കണല്ല. ഇപ്പൊ ചുമ്മാ അതിലേക്ക് തള്ളിക്കൊണ്ടാണ് പോയത്.
ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് നിന്നുപോയതാ. ശരി. പ്രധാനമായിട്ട് സാമ്പത്തിക ക്രൈസിസ് തന്നെ. പിന്നെ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് വീണ്ടും നമ്മളത് ചെയ്ത് എടുത്തു ഒരു കണക്കിന്. അല്ല സാറേ, ഈ സിനിമ ആരും കണ്ടിട്ടില്ലല്ലോ, ഇത് പുറത്താരും കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഇത്ര വിവാദമാകാനുള്ള കാരണം ഒന്നുമില്ല. ആദ്യം സിനിമ കാണണ്ടേ. ഇതിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു ദൃശ്യാവിഷ്കാരത്തിന് നേരെ, അവന്റെ സ്വാതന്ത്ര്യത്തിന് നേരെ കത്തിവെക്കുന്നതിന് തുല്യല്ലേ? അല്ല, ഇതിപ്പോ നമ്മുടെ ഇവിടെ മാത്രമല്ല, നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അടക്കം ഈ തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് എതിരെ നമ്മളൊന്നും ചോദ്യം ചോദിക്കാൻ പാടില്ല. അവര് പറയുന്നതൊക്കെ ഇങ്ങനെ അനുസരിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് ചോദ്യങ്ങളില്ലാത്ത തരത്തിലുള്ള ഉത്തരങ്ങൾ ഉള്ള സിനിമകൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അവർക്ക് തൃപ്തിയാവുന്ന തരത്തിലുള്ള സിനിമകൾ. അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് സാധ്യമാകും. സാറിന്റെ പടത്തിന് ഏറ്റവും കൂടുതൽ ആളുകള് പേരിലൂടെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചിട്ടുള്ളത്. സെൻസറിന് കൊടുത്ത സമയത്ത് അവര് സെൻസർ ബോർഡാണ് തീരുമാനിച്ചത് എന്ത് ഈ സെക്സി എന്നുള്ള വാക്ക് ഒന്ന് എടുത്തു കളയണം. അപ്പോ അത് വേണ്ടാന്ന് അവര് പറഞ്ഞു. അപ്പൊ ഞാൻ സെക്സിന്ന് കഴിഞ്ഞാൽ അത് വേണ്ടാത്തത് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡ്യൂഡില്ലേ, വേണ്ട. അങ്ങനെ ഇട്ടായിരുന്നു കുഴപ്പം. അപ്പൊ 3XY സെക്സി എന്നായി. സത്യത്തിൽ അത് സെക്സി എന്നുള്ളത് വെട്ടിക്കളഞ്ഞൊക്കെയാണ്. അതിലും ക്രിയേറ്റിവിറ്റി ഉണ്ട്. റിജക്റ്റഡ് സെക്സി ആയി. നമ്മൾ ടെക്നോളജി ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളുകളുടെ മനസ്സ് ഇപ്പോൾ റിജിഡാ, ചുരുങ്ങി പോവാ ചെയ്തിട്ടുള്ളത്. പഴയ കാലത്ത് ഇപ്പോ നമ്മള് ആദ്യത്തെ നിർമ്മാല്യം പോലത്തെ ഒരു സിനിമ ഇപ്പൊ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സവിശേഷത ഉണ്ട്. ഞാൻ ചെയ്ത സിനിമയ്ക്ക് പകരം ഞാൻ നിർമ്മാല്യം പോലുള്ള ഒരു സിനിമയാണ് ചെയ്തിരുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? കലാപം ഉണ്ടാവും. നിർമ്മാല്യം ഇപ്പൊ സഹിക്കൂല. അപ്പൊ 3 മണിക്കാണ് സ്ക്രീനിൽ കാണണം. പിന്നെ തീർച്ചയായിട്ടും സാറിന്റെ ഇവിടെ കാണാനല്ലേ ഞങ്ങൾ വന്നത്. ഇന്ന് പ്രധാന ഉദ്ദേശം അതാണ്. സോമേഷ്, ഹലോ. മനസ്സിലായി, മറന്നിട്ടില്ല. വെരി ഗുഡ്. എന്റെ ഫിലിമൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. പുതിയതൊരെണ്ണം ചെയ്യുന്നുണ്ട്. അത് അടുത്ത വർഷങ്ങൾ നോക്കാന്ന് വിചാരിച്ചു. മോശം. കഴിക്കാൻ ടൈം ആയിട്ടില്ല, സമയമായിട്ടില്ല. ഹോട്ടൽ ഈവനിങ് വൈകിട്ട് വൈകിട്ട് പറ്റിയാണ് എത്താം. സാറേ, നിങ്ങള് രണ്ടുപേരും 2 ഭാഷയല്ലേ പറഞ്ഞത്? അതെ, 2 ഭാഷ തന്നെയാണ്. അപ്പൊ എങ്ങനെ മനസ്സിലാവും? കുട്ടി, ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളുകളാണ്. പിന്നെ ഈ സിനിമയ്ക്ക് ഭാഷ ഒരു പ്രശ്നമല്ല. അല്ല, അതാരാ പോയത്? അതറിയില്ലേ? മന്മഥൻ കോക്കാച്ചി. മന്മഥൻ കോക്കാച്ചി കൊറിയൻ ഡയറക്ടറോ? അയ്യോ, അപ്പൊ ഞാൻ ഇന്റർവ്യൂ എടുത്തില്ല. ക്യാമറ अकड़ बकड़ बम्बे वो 80-90 पूरे 100 बरस का हुआ ये खिलाड़ी ना बूढ़ा हुआ. ഹലോ, അതോ പടം കഴിയുന്നവരെ മിണ്ടാണ്ടിരിക്കട്ടാ. നമുക്കിത് കണ്ടിട്ട് സംസാരിക്കാം. എന്താ രക്ഷയില്ലാട്ടാണ്. കഴിഞ്ഞ 2 പടം ലൈറ്റ് ആയിട്ടാ തുടങ്ങിയത്. കഴിഞ്ഞ പടം വറുത്ത കപ്പലിന്റെ. ഹലോ, ആയിക്കോട്ടെ, അത് അങ്ങനെ തന്നെ സുഹൃത്തെ. എന്തെങ്കിലും കാര്യം ഉണ്ടാവും, മിണ്ടാണ്ടിരിക്കേ. അത് തുടങ്ങട്ടെ. മാഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ കിടന്ന് വേണ്ടാക്കല്ലേ? അണ്ണാക്കിൽ ഞാൻ ബുക്ക് ചെയ്യാൻ കുത്തി ഹലോ സുഹൃത്തുക്കളെ, ഇവിടെ പുറത്തുനിന്ന് വേറെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. വേറെ നമ്മുടെ നാട്ടിലല്ലാത്ത.